സുഹൃത്തുക്കളെ, നമസ്കാരം. ആദ്യമായി തൃശ്ശൂരിൽ വെച്ച് മാർക്സിസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചിട്ടും മാർക്സിസത്തിന് ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചിട്ടും അതിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തെക്കുറിച്ചിട്ടും ഉള്ള നമ്മളെ കെ വേണുവിൻ്റെ, അതായത് ഒരു എക്സ് മാർക്സിസ്റ്റ് ആയിരുന്ന കെ വേണുവിൻ്റെ ഒരു സംവാദം അല്ലെങ്കിൽ ഒരു ഇത് കണ്ടു. അതിലെന്തായാലും വളരെയധികം അത് സംഘടിപ്പിച്ച ആൾക്കാരോട് നന്ദി പറയുന്നു, അവരെ അനുമോദിക്കുന്നു. ഇങ്ങനെയുള്ള സംവാദങ്ങൾ, ഭൗതികമായതെങ്കിലുമായ സംവാദങ്ങൾ അത്യാവശ്യമാണെന്നും അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരുണ്ടാവും, ആയിക്കോട്ടെ. അതിൽ ഈ മാർക്സിസം മരിച്ചോ, മാർക്സിസത്തിന് മരിക്കാൻ സാധിക്കുമോ, മാർക്സിസം ഒരു മാറ്റവും ഇല്ലാത്ത ഒരു കേവല വസ്തുവാണോ, അതോ അത് ജീവനുള്ള ഒരു തത്വസംഹിത അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ശാസ്ത്രം ആണോ എന്നതിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ശരിയാണ്, കെ വേണു നമ്മളൊക്കെ ഒരു ആചാര്യനാണ്. അദ്ദേഹത്തിൻ്റെ പ്രപഞ്ചവും മനുഷ്യനെന്നാണ് എൻ്റെ ഓർമ്മ. അക്കാലത്ത്, അതായത് അടിയന്തരത്തിന് മുമ്പ് അദ്ദേഹം എഴുതിയ പുസ്തകം വളരെ ആവേശത്തോടു കൂടി വായിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം വളരെ കാലം നക്സൽ പ്രസ്ഥാനമായിട്ട് നടന്ന് അങ്ങനെ അതിനൊക്കെ സാധാരണ നക്സലിസത്തിന് വന്ന പോലുള്ള ഒരു അപജയം വന്ന് ഇപ്പോൾ മാർക്സിസം പോലും പരിത്യജിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ആയിക്കോട്ടെ, ഒരു വിരോധമില്ല, സന്തോഷം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, മാർക്സിസം എന്നത് ഒരു ശാസ്ത്രമാണ്. ശാസ്ത്രത്തിൻ്റെ പ്രധാന സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അത് ജീവനുണ്ട് എന്നുള്ളതാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ അത് മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണെന്നർത്ഥം. അതായത് പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച്, എന്താണ് പുതിയ അടിസ്ഥാനപരമായ മാറ്റം? ഉപകരണങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം, അല്ലെങ്കിൽ പുതിയ ഉപകരണങ്ങൾ വരുന്നതോടുകൂടി നമ്മളെ തത്വശാസ്ത്രങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ മാർക്സിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് മാർക്സ് ഒരു എക്കണോമിസ്റ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായതുകൊണ്ട്, ഉൽപാദന ഉപകരണങ്ങളാണ് സാമൂഹ്യ ബന്ധങ്ങൾക്ക് കാരണം. അതായത് മീൻസ് ഓഫ് പ്രൊഡക്ഷനാണ് സോഷ്യൽ റിലേഷൻ്റെ അടിത്തറ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തൻ്റെ സുഹൃത്തും പങ്കാളിയുമായ ഏംഗൽസുമായിട്ട് തയ്യാറാക്കിയത്. പക്ഷെ അന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം പറഞ്ഞ ആ അടിസ്ഥാന തത്വം, അതായത് സാമൂഹ്യ ബന്ധങ്ങൾക്ക് കാരണം അല്ലെങ്കിൽ അടിത്തറയാവുന്നത് ഉൽപാദന ഉപകരണങ്ങളാണെന്നാണ്. അത് കുറച്ചും കൂടി സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ
ഉപകരണങ്ങളാണ് സാമൂഹ്യ ബന്ധങ്ങൾക്ക്, നിയമങ്ങൾക്ക്, ഇതിന് ജീവിതത്തിന്, ജീവിത ശൈലിക്ക് ഒക്കെ കാരണം എന്ന് നമുക്ക് ഒരു ഒരു കോമൺ മാൻസ് വേർഷൻ എന്ന നിലക്ക് അങ്ങനെ പറയാൻ നടത്തണം. അതാണ് എൻ്റെ അഭിപ്രായത്തിൽ മാർക്സിൻ്റെ ഏറ്റവും വലിയ സംഭാവന. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മാർക്സ് തന്നെ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇത്രത്തോളം നമ്മളെ ഉപകരണങ്ങളിൽ പുരോഗതിയും വികാസവും ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിയാണ്, നമ്മൾ സ്റ്റീം എഞ്ചിൻ കണ്ടെത്തിയിരുന്നു, ഫാക്ടറികൾ ഉണ്ടാക്കിയിരുന്നു. അന്ന് വരെ ഉണ്ടായിരുന്ന ഫാക്ടറികൾ, ഈ ഫാക്ടറികളുടെ മുതലാളിമാർ അന്ന് വരെ ഉണ്ടായിരുന്ന സാമൂഹ്യ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അടിമത്വവും അല്ലെങ്കിൽ ജന്മിത്വവും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സാധ്യമായ രീതിയിൽ ചൂഷണം ചെയ്യാൻ അവരൊരുങ്ങിയിരുന്നു എന്നുള്ളതൊക്കെ സത്യമാണ്. അത് എങ്ങനെ, അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഡക്റ്റാണ് യഥാർത്ഥത്തിൽ മാർക്സ്, അല്ലെങ്കിൽ മാർക്സിൻ്റെ തത്വചിന്തയും. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ബോധം, എല്ലാ മനുഷ്യരും തുല്യരാണെന്നും സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നത് ആധുനിക മനുഷ്യൻ്റെ ജന്മാവകാശമാണെന്നും ഉരുത്തിരിഞ്ഞു വരുന്ന കാലഘട്ടമാണ്. അതിൻ്റെ മുമ്പ് അങ്ങനത്തെ ഒന്നും ആലോചിക്കാനേ കഴിയില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പോൾ ഏതൊരു മതത്തിൻ്റെ എടുത്ത് നോക്കിക്കോളൂ നിങ്ങൾ. 1400 കൊല്ലം മുമ്പോ 2000 കൊല്ലം മുമ്പോ ഉണ്ടായ മതങ്ങളിലൊന്നും ഈ അടിമ എന്നത് അവർക്ക് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു മനുഷ്യന് കഴിയുന്നതാണെന്ന് അവർ തോന്നിയിരുന്നില്ല. കാരണം അത്രത്തോളം അവികസിതമായ ഒരു സാമൂഹ്യ ഘടനയും സാമ്പത്തിക ഘടനയുമാണ് അന്നുണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിലേ അവർക്ക് ജീവിക്കാനും കഴിയുള്ളൂ. ഈ അവസ്ഥയിൽ നിന്ന് ഭയങ്കരമായ മാറ്റങ്ങളാണ് 20ാം നൂറ്റാണ്ടോടുകൂടി ഉണ്ടാവുന്നത് നടത്തും. ഇലക്ട്രിസിറ്റി, ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ, ഡീസൽ എൻജിൻ, പിന്നെ ഇലക്ട്രോണിക്സ്, ഇങ്ങനെയുള്ള അനേകം വസ്തുക്കൾ ലോകത്തൊന്നായിട്ട് ഉപകരണങ്ങളുടെ വികാസത്തോടു കൂടി വരികയാണ്. അതിനനുസരിച്ച് മാറാൻ പാടില്ലാത്ത ഒന്നാണ് മാർക്സിസം എന്ന് ആണ് കേവല യുക്തിവാദികളായ മാർക്സിസ്റ്റുകാർ വരെ വിചാരിച്ചിരുന്നു. മാർക്സിസം എന്നത് ഒരിക്കലും മാറാൻ പാടില്ലാത്ത ഒരു എയർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിലെ ഒരു സാധനമാണ്, അതിന് യാതൊരു വികാസവും ഇല്ലയെന്നും. അത് സോവിയറ്റ് യൂണിയനിൽ മാത്രം. സോവിയറ്റ് യൂണിയനിൽ അത് വന്നു, അത് പരമാവധി അവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അവരുടെ നാട്ടിൻ്റെയും അവരുടെ സംസ്കാരത്തിൻ്റെയും അവരുടെ ചരിത്രത്തിൻ്റെയും ഭാഗമായിട്ട് അവരത് പരമാവധി മറ്റു ഭാഗങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ നടന്നു. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അന്ന് വരെ ഈ സമ്പത്ത് കൈവശം വച്ചിരുന്ന മേലാളന്മാർക്കും അല്ലെങ്കിൽ പുരോഹിതന്മാർക്കും മതനേതൃത്വത്തിനും സാമൂഹ്യ നേതൃത്വത്തിനും രാജ്യ നേതൃത്വത്തിനും ഒക്കെ ഭയമായി അവരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയത് നമ്മൾ കണ്ടു. അതോടുകൂടി മാർക്സിസം മരിച്ചു എന്നാണ് ഈ പാവങ്ങൾ വിചാരിച്ചത്. അല്ല, മാർക്സിസം ഒരു ശാസ്ത്രമാണ്. അത് അതേപടി നമ്മളെ ഇന്ത്യയിലും ചൈനയിലും
ഇറക്കുമതി ചെയ്യാം എന്നതാണ് യഥാർത്ഥത്തിൽ ചരിത്രപരമായ വങ്കത്വം, അബദ്ധം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മാർക്സിൻ്റെ തിയറി അനുസരിച്ച് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ പാറ്റേൺ പറയുന്നുണ്ട്. ആദ്യം പ്രാകൃത കമ്മ്യൂണിസം, സ്ലേവറി, പിന്നെ ഫ്യൂഡലിസം, ക്യാപിറ്റലിസം ആൻഡ് ഡെമോക്രസി. ഈ ഒരു വലിയ പരിധിവരെ യൂറോപ്പിൽ അത് ആ രീതിയിൽ തന്നെ നടന്നു. നേരെ മറിച്ച് ഇന്ത്യയിലോ ചൈനയിലോ, അല്ലെങ്കിൽ ഏറ്റവും വലിയ രണ്ട് സംസ്കാരങ്ങളായിരുന്നു ഇന്ത്യയുടെയും ചൈനയുടെയും, അവിടെ നിന്നോ അങ്ങനത്തതല്ല നടന്നത്. അവിടെ പ്രത്യേകിച്ച് യൂറോപ്പിൽ അങ്ങനെ നടക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം, അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ സ്ഥായിയായിട്ട് നിലനിൽക്കുന്ന റിസോഴ്സ് ക്രഞ്ചാണ്, അല്ലെങ്കിൽ വിഭവങ്ങളുടെ ദാരിദ്ര്യമാണ് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇത് മാത്രം ശരി, അതുകൊണ്ട് തന്നെ അവർക്ക് മാത്രമേ നിലനിൽക്കാനുള്ള കഴിവുള്ളൂ, അവകാശമുള്ളൂ, മറ്റുള്ളവരതൊക്കെ തെറ്റ് എന്ന ഒരു സംസ്കാരം, എന്ന ഒരു വിഷൻ അവരുടെ അതിൻ്റെ മുമ്പുണ്ടായിരുന്ന സയൻസുകളിൽ, അതിൻ്റെ മുമ്പുണ്ടായിരുന്ന തത്വശാസ്ത്രങ്ങളിൽ, അതിൻ്റെ മുമ്പുണ്ടായിരുന്ന അവരെ നയിച്ചിരുന്ന, അവരെ ഭരിച്ചിരുന്ന അവരുടെ മതങ്ങളൊക്കെ തന്നെ ശാസ്ത്രീയമാണ്. ആ കാലത്തെ അതിനെ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും പുരോഗമിക്കാനും ഉള്ള ഏറ്റവും നല്ല ഉരുത്തിരിഞ്ഞു വന്ന ശാസ്ത്രീയമായ ഒരു രീതി മാത്രമാണ് മതങ്ങൾ. മറിച്ച് അത് എന്നും നിലനിൽക്കണം, മാറ്റം ഉണ്ടാവണ്ട എന്ന് പറയുമ്പോൾ മാത്രമേ അത് അശാസ്ത്രീയമാവുകയും അതിന് ജീവനില്ലാതാവുകയും ചെയ്യുന്നുള്ളൂ. നിലവിലിരിക്കുന്ന പുതിയ സാഹചര്യത്തിനനുസരിച്ച് മാറാൻ കഴിവില്ലാത്ത ഏത് സാധനവും കബറടക്കപ്പെടാൻ വിധിക്കപ്പെടും. അതാണ് ലോക ചരിത്രം തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ജീവിത രീതി എന്ന മറ്റൊരു രീതിയാണ്. ഈ കാസ്റ്റ് സിസ്റ്റം, ചാതുർവർണ്ണ്യം, ബുദ്ധൻ്റെ മതങ്ങൾ, ആ മതത്തിലെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരിക്കലും ദൈവം എന്ന ഒരു സങ്കല്പം തന്നെ ഇല്ല. അവിടെ മനുഷ്യൻ സ്വയം ആത്മീയമായി ഉന്നത നിലവാരത്തിലേക്കും സർവാണത്തിലേക്കും നിർവ്വാണത്തിലേക്കും മറ്റുമൊക്കെ ഉയരുക എന്നുള്ളതല്ലാതെ മറ്റൊരാളെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ഇവിടെ അബണ്ടൻ്റ് റിസോഴ്സസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവനെ നശിപ്പിക്കുക, ഇല്ലാതാക്കുക എന്ന സ്വഭാവത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ഈ ശാസ്ത്രത്തിന് തന്നെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളെ എവല്യൂഷൻ തിയറിയിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് അത് അവിടുത്തെ നിയമമാണ് നടത്തുന്നത്. അപ്പോൾ ഈ ഫിറ്റസ്റ്റ് ആയ ആൾ അല്ലെങ്കിൽ സ്ട്രോങ് ആയ ആൾ പറയുന്നതാണ് അവിടുത്തെ നിയമം. അയാൾക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം, അയാൾക്ക് എന്ത് നിയമം വേണമെങ്കിലും ലംഘിക്കാം, അയാൾക്ക് ആരെ വേണമെങ്കിലും ചതിക്കാം. പക്ഷെ എന്താണ്, വിജയിക്കണം, ശക്തി കൂടുതലാവണം. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അമേരിക്കയുടെയൊക്കെ. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നും അവരുണ്ടാക്കിയ ഒരു കരാറ് പൊളിച്ച് കളയാൻ, തകർക്കാൻ ഒന്നും ഒരു പ്രയാസമില്ല. അവർക്ക് അധികാരമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കൂ, പിന്നെ ഇറാഖിൽ സദ്ദാം ഹുസൈനെ കൊന്നത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അത് പറഞ്ഞിട്ടാണ് ആ രാജ്യത്തിനെ ബോംബിട്ട് ആകെ 20 ലക്ഷം ജനങ്ങളോളം കൊന്ന്. ആ ജനങ്ങളൊക്കെ ഇപ്പോഴും അവരുടെ വീടും കുടിയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പല ഭാഗങ്ങളിലൂടെയും ഇപ്പോഴും തിരിച്ചെത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദുരിതം ഉണ്ടാക്കാനൊന്നും അവർക്ക് ഒരു പ്രയാസമില്ല.
അതൊരു മോശമാണെന്നുള്ള അത് ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു സ്വഭാവമല്ല ഇന്ത്യയുടെയും ചൈനയുടെയും. ഇപ്പോൾ ചൈനയിൽ നമ്മൾ കണ്ടു, അവിടെ ഇപ്പോൾ റഷ്യയിൽ കമ്മ്യൂണിസം അവർ എടുത്തപ്പോൾ, മാർക്സിസം അവർ സ്വീകരിച്ചപ്പോൾ അവരുടെ ആവശ്യം എന്തായിരുന്നു? ഇത് പരമാവധി മറ്റു രാജ്യങ്ങളിലേക്ക് പ്രചരിപ്പിച്ച് മറ്റു രാജ്യങ്ങളും കൂടി ഇങ്ങോട്ടാക്കിയിട്ട്, ഏതുപോലെ അവിടെ ക്രിസ്ത്യാനിറ്റിക്ക് ഇസ്ലാമിന് ഒക്കെ എന്താണോ സ്വഭാവം, അതേ സ്വഭാവം. നേരെ മറിച്ച് ഇന്ത്യയിൽ അല്ലെങ്കിൽ ചൈനയിൽ ഇത് എടുത്തു നോക്കുകയാണ്. ചൈനയിൽ അവർക്ക് അധികാരവും അവർക്ക് ശക്തിയും അവർക്ക് ഇതും കിട്ടിയപ്പോൾ അവർ ചെയ്തത് എന്താണ്? സോഷ്യലിസം വിത്ത് ചൈനീസ് ക്യാരക്ടറിസ്റ്റിക് അത് ഡെവലപ്പ് ചെയ്യലാണ് ഞങ്ങളുടെ ജോലി. അതായത് സ്ഥിതി സമത്വം ചൈനയുടെ രീതിയിൽ, ചൈനയുടെ മാതൃകയിൽ കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ രീതി. അത് മാത്രമല്ല, അവർ അടുത്തതാക്കും പറയും, ഇത് ഞങ്ങൾ വേറെ ആർക്കും കയറ്റുമതി ചെയ്യില്ല, ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾ പൊന്നു പോലെ സൂക്ഷിക്കുന്ന, ഞങ്ങൾ ഏറ്റവും വിലപ്പെട്ട ഒരു വസ്തുവായിട്ട് സൂക്ഷിക്കുന്ന ഒന്ന് മാത്രം, ഇത് ഞങ്ങൾ വേറെ ആർക്കും കൊടുക്കാനുള്ളതല്ല, ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളതാണ് എന്നുള്ളതാണ്. അതായത് നോക്കുക, നിങ്ങൾ ചൈനയുടെയും യൂറോപ്പിൻ്റെയും സ്വഭാവങ്ങളൊന്നല്ല ഇന്ത്യയുടെയും തന്നെ. ഈ ചൈന ആയിക്കോട്ടെ ഇന്ത്യ ആയിക്കോട്ടെ, ഒരു 500 കൊല്ലം മുമ്പ് ഈ വെസ്റ്റേൺ കൺട്രികളെ, മറ്റ് രാജ്യങ്ങളെ കീഴടക്കണം എന്ന് വിചാരിച്ചാൽ ഓർക്കൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. അത്രത്തോളം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ മുന്നിട്ട് നിന്നിരുന്നവരാണ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇപ്പോൾ വെടിമരുന്ന് എത്ര കണ്ടെത്തിയതും വെടിമരുന്ന് കൊണ്ടുണ്ടായ ഗുണങ്ങളും ചൈനക്കാരാണ് ആദ്യം കണ്ടെത്തിയത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങൾ കീഴടക്കുക എന്നുള്ള സ്വഭാവം അവരുടെ സംസ്കാരത്തിലില്ല. കാരണം എന്താ? അവരുടെ തന്നെ സ്വഭാവത്തിൽ ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യം നമ്മളതാണ്, പിന്നെ എന്തിനാണ് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് അവരുടെ. അതായത് അബണ്ടൻ്റ് റിസോഴ്സസ് ഉള്ള ഏതൊരു രാജ്യത്തിനും അവരുടെ ചരിത്രത്തിൽ, അവരുടെ സംസ്കാരത്തിൽ മറ്റ് രാജ്യങ്ങളെ കീഴടക്കുക എന്ന സ്വഭാവം ഡെവലപ്പ് ചെയ്യാൻ പ്രയാസമാണെന്നർത്ഥം. സെൽഫ് ഡിഫെൻസിനും മറ്റൊക്കെ ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ളതല്ലാതെ ചതി, വഞ്ചന, കുരുട്ട് പരിപാടികൾ, മറ്റുള്ള അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ യൂറോപ്യൻസിന് വേണം. കാരണം മറ്റുള്ളവനെ തോൽപ്പിക്കണം. കാരണം എല്ലാവർക്കും വേണ്ട വിഭവങ്ങൾ അവിടെ ഇല്ല. അപ്പോൾ അതിലുള്ള കുറേ ആൾക്കാരെ കൊന്നിട്ടോ കുറേ ആൾക്കാരെ ഇല്ലാതാക്കിയിട്ടോ ബാക്കി നമ്മളെ കയ്യിലെത്തണം. അങ്ങനെയുള്ള ഒരു സംസ്കാരവും നമ്മുടെ ഇന്ത്യയുടെയും ചൈനയുടെയും സംസ്കാരം ഒന്നല്ല. രണ്ടിനും ഇഫക്റ്റ് വേറെയാണെന്നുള്ളത് സമ്മതിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം, ഈ ചൈനയുടെ സ്ട്രാറ്റജി, അവരുടെ കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള അവരുടെ സ്ട്രാറ്റജി, അല്ലെങ്കിൽ സോഷ്യലിസത്തെക്കുറിച്ചുള്ള അവരുടെ സ്ട്രാറ്റജി, സോവിയറ്റ് യൂണിയൻ്റെ സ്ട്രാറ്റജിയും ഏതാണ് വിജയിച്ചത്? ഈ ചൈനയുടെ സ്ട്രാറ്റജിയിൽ അവർ ഒരിക്കലും മറ്റുള്ള രാജ്യത്തിൻ്റെ ആന്തരിക കാര്യങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തുള്ളൂ, ഞങ്ങൾ സാധനങ്ങൾ വിൽക്കുക, വാങ്ങുക, അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടിയാലും നിങ്ങൾക്ക് തന്നെ ആ ലാഭം കൊണ്ട് നിങ്ങൾ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി വികസിപ്പിക്കാൻ വേണ്ടത് ശരി, അതിനും എന്തെങ്കിലും ലാഭം കിട്ടിയാൽ അതും ഞങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. അതല്ലാതെ മറ്റുള്ളവരെ പ്ലണ്ടറിങ് അല്ലെങ്കിൽ കവർച്ച, ഉള്ള സ്വത്തും സമ്പത്തും വിഭവങ്ങളും മനുഷ്യനെ ഒന്നായിട്ട് കൊള്ള ചെയ്യുന്ന വെസ്റ്റേൺ സംസ്കാരം അവർക്കില്ല. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇതേപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കമ്മ്യൂണിസം എന്ന ശാസ്ത്രത്തിന് വരേണ്ടിയിരുന്ന വികാസം. അത്
അതിന് ഏറ്റവും ആദ്യമായിട്ട് നാന്ദി കുറിച്ച സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള കുതിപ്പാണ് യഥാർത്ഥത്തിൽ 20-ാം നൂറ്റാണ്ടോടുകൂടി നാം കാണുന്നത്. പ്രത്യേകിച്ച് ന്യൂക്ലിയർ എനർജി, സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം, പ്രത്യേക ആപേക്ഷികതാ സിദ്ധാന്തം മുതലായ തിയറികൾ, ശാസ്ത്ര സത്യങ്ങളെ ശരിക്കും പിന്നീട് വന്നതാണ്. മാത്രമല്ല 1945 കൂടി ഈ മാർക്സ് പ്രവചിച്ച ഈ മുതലാളിമാർ തമ്മിലുള്ള മത്സരം കൊണ്ട് അവർ തമ്മിൽ തന്നെ ഇല്ലാതാവും, ആ മത്സരം അവരെ തന്നെ അപകടത്തിലാക്കും എന്ന പ്രവചനം നടന്നതിന് തെളിവാണ് 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും. അതോടുകൂടി അതിൻ്റെ അവസാനത്തോടു കൂടി സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം 1915 അവതരിപ്പിക്കുന്നു. അതിന് ഇങ്ങനെയൊക്കെയുള്ള, അതായത് ദ്രവ്യങ്ങളും എനർജിയും തമ്മിലൊരു ബന്ധമുണ്ടെന്നും ദ്രവ്യങ്ങളെ അല്ലെങ്കിൽ വസ്തുക്കളെ എനർജിയാക്കി മാറ്റാം എന്നും ഉള്ള ഒരു അന്ന് വരെ ആലോചിക്കാനും കൂടിയും പറ്റാത്ത ഒരാശയം വരികയും ആ ആശയത്തെ ആറ്റം ബോംബ് കണ്ടെത്തിയതോടുകൂടി അത് പൂർണ്ണമായിട്ടും സത്യമാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു. ഇത് ഒരു വലിയ മാറ്റമാണ്. അന്ന് വരെ നമ്മളെ എതിരാളിയെ നശിപ്പിക്കാൻ എങ്ങനെ നമുക്ക് കൂടുതൽ നല്ല ഡിസ്ട്രക്റ്റീവ് വെപ്പൺസ്, അതായത് നശീകരണ ആയുധങ്ങൾ ഉണ്ടാക്കാം, കണ്ടെത്താം, രൂപിക്കാം എന്ന ഒരു ചിന്തക്ക്, എന്ന ഒരു സമവാക്യത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ അത്. അതായത് 1945 USA അല്ലെങ്കിൽ അമേരിക്ക ആറ്റം ബോംബ് ഉണ്ടാക്കിയെങ്കിലും 1950 കൂടി സോവിയറ്റ് യൂണിയനും, അതായത് അവൻ്റെ ശത്രുക്കളും, അവരുടെ ശത്രുക്കൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ചേരിയും ഈ ആറ്റം ബോംബ് ഉണ്ടാക്കി. ആറ്റം ബോംബിനുള്ള ഒരു വലിയ കുഴപ്പം എന്താ വെച്ചാൽ അന്ന് വരെയുള്ള യുദ്ധങ്ങളുടെ സമവാക്യങ്ങളെ പൊളിച്ചെഴുതി. അതായത് 2 ആറ്റമിക ശക്തികൾ തമ്മിൽ യുദ്ധം ചെയ്താൽ, അതുപയോഗിച്ച് യുദ്ധം ചെയ്താൽ ജയിക്കാൻ ആരും ഉണ്ടാവില്ല. പണ്ടൊക്കെ അങ്ങനെയല്ല, യുദ്ധം ചെയ്ത ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കും. ഇത് ജയിക്കാൻ ഒരാളുണ്ടാവില്ല എന്ന ഒരു പുതിയ ശാസ്ത്ര സമവാക്യം ഉരുത്തിരിഞ്ഞു വന്നു എന്നർത്ഥം. അത് ഏകദേശം എല്ലാവർക്കും ബോധ്യമായി. ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ് നമുക്ക് നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ ഉള്ള മാറ്റങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കണം. മാർക്സിന് ഇതൊന്നും അറിയില്ല. മാർക്സിന് ഇങ്ങനെ പിന്നീട് 20-ാം നൂറ്റാണ്ടിലുണ്ടായ ക്വാണ്ടം തിയറി, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, എക്സ്റേസ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഇങ്ങനെയുള്ള അനേകം വസ്തുക്കൾ ഒന്നും അറിയില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉപകരണങ്ങളാണ് സാമൂഹ്യ ബന്ധങ്ങൾക്ക്, സാമൂഹ്യ ജീവിതത്തിന് കാരണം, അടിത്തറ എന്ന നിയമം നമ്മൾ ഇവിടെ പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളും നമ്മുടെ സാമൂഹ്യ നിയമങ്ങളും
ഒക്കെ ഭീകരമായ മാറ്റത്തിന് വിധേയമാകേണ്ടതാണെന്ന്. അതായത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള രീതിയിൽ നിന്ന് മാറി തലച്ചോറുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിലേക്ക് മെല്ലെ മെല്ലെ സമൂഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് എപ്പോഴാണ് എത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനെയാണ് പറയാൻ കഴിയില്ല. എന്തായാലും പിന്നെ ഐൻസ്റ്റീനോ അല്ലെങ്കിൽ ജർമ്മനിയാണ് ആദ്യം ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നത്. പക്ഷെ അപ്പോഴേക്ക് അവരെ തോറ്റതുകൊണ്ടും മാത്രമല്ല അതിൻ്റെ നേതൃത്വത്തിന് ഹിറ്റ്ലറെ വിശ്വാസമില്ലാത്തിരുന്നതുകൊണ്ടും അത് അവർക്ക് കിട്ടിയില്ല എന്നേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് അമേരിക്കക്ക് കിട്ടി, റഷ്യക്കും കിട്ടി. മാത്രമല്ല പിന്നെ ഇതൊരു ശാസ്ത്ര സത്യമാണ്. ശാസ്ത്രം എന്നത് ആർക്കും മൂടി വെച്ചാലും നിയമനിർമ്മാണം കൊണ്ടും ഒന്നും തടയാൻ കഴിയുന്ന ഒരു സാധനമല്ല. അത് ശാസ്ത്ര സത്യമാണെങ്കിൽ ശാസ്ത്രീയമായി കണ്ടെത്താൻ ആ സമൂഹത്തിലെ വരും തലമുറകൾക്ക് അതിനുള്ള കഴിവ് ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസം അങ്ങനെയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇത് പ്രജാവിദ്യാഭ്യാസമാണ്. യഥാർത്ഥത്തിൽ ഒരു പൗരന് അന്തസ്സും അഭിമാനവും സത്യസന്ധതയും പൗരബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും ഉള്ള ഒരു പൗരനെ വാർത്തെടുക്കുന്ന മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ കഴിവുകൾ, സർഗാത്മക കഴിവുകളെ വികസിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയിൽ ഇതൊരു പ്രയാസമുള്ളതല്ല. ഇന്നിപ്പോൾ അങ്ങനെ അല്ല എന്നുള്ളത് നമ്മൾ സമ്മതിച്ചു. ഇപ്പോൾ കേരളം പോലും അല്ലെങ്കിൽ ഇന്ത്യ പോലും അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ടില്ല. പക്ഷെ അത് ആലോചിക്കും, ഇന്നല്ലെങ്കിൽ നാളെ അങ്ങോട്ട് അങ്ങനെ ആലോചിക്കും. അങ്ങനെ ആലോചിക്കുന്നതോടുകൂടി ഇപ്പോൾ ചൈനയിൽ ഒരു വലിയ പരിധിവരെ കണക്ക് പഠിപ്പിക്കുക എന്ന പരിപാടി ഇല്ല എന്നാണ് ഞാൻ കേട്ടത്. അത് അവിടെ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ അവർ സ്വർണ്ണ മെഡൽ കുത്തകയാക്കിയിരിക്കണു. അവരുടെ IQ നിലവാരം വളരെയധികം കൂടിയിരിക്കണു. ഇതൊക്കെ തന്നെ ഏതൊരു രാജ്യത്തിനും നടക്കും. എങ്ങനെയുള്ളൂ ശാസ്ത്രീയമായ ഒരു സമീപനം, ശാസ്ത്രീയമായ ഒരു രീതിയും നമ്മൾ അവലംബിക്കണം. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾക്ക് എല്ലാം ഉണ്ട്. പക്ഷേ ഒരു നിധി കാക്കുന്ന പൊട്ടനെ പോലെയാണ് നമ്മൾ ജീവിക്കുന്നത് മാത്രം. നിധി കാട്ടിട്ട് പട്ടിണി കിടക്കുന്ന ഒരു പൊട്ടനെ പോലെയാണ് ഇന്ത്യൻ ജനത, പ്രത്യേകിച്ചും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ ജനത മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മുന്നേറുകയാണെന്നാണ് പറയുന്നത്. ശരിയാണ്, മുന്നേറുക തന്നെയാണ്. പക്ഷേ അത് ആരാ മുന്നേറുന്നത്? ആവറേജ് എന്ന കണക്കിലെ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, കണക്കിലെ ബോധം, അത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയുള്ള ആകെ 1%-നോ 10%-നോ ആണ് ഈ മുന്നേറ്റമൊക്കെ. അതല്ലാതെ താഴെക്കടയിലുള്ളവൻ കൂടുതൽ താഴ്ന്നു പോവുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ മാർക്സിസത്തെ, കാറൽ മാർക്സ് അവതരിപ്പിച്ച മാർക്സിസം എന്ന കമ്മ്യൂണിസത്തെ നമ്മൾ പുനർനിർവചിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ വികസിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ വികാസത്തിൽ നമ്മളെ മുമ്പുണ്ടായിരുന്ന എതിരാളിയെ നശിപ്പിക്കുക, തോൽപ്പിക്കുക, അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് തന്നെ കീഴ്പ്പെടുത്തുക എന്നുള്ള ആ അവസ്ഥ മറ്റൊരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇനി നമ്മൾക്ക് ബുദ്ധിപരമായ ടെക്നോളജിക്കലായ ഡെവലപ്മെൻറ്റും മത്സരവുമാണ് വേണ്ടതെന്നർത്ഥം. അങ്ങനെ വരികയാണെങ്കിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട,
ഈ ലോകത്തെ സോഷ്യലിസം എന്നത് ലോകത്ത് ഒന്നായിട്ട് വരിക, ഇതൊരു എന്താ അനീതി നടമാടുന്ന അധാർമികമായ ഒരു വസ്തുതയാണ് യഥാർത്ഥത്തിൽ അനാവശ്യമായ പ്രൈവറ്റ് പ്രോപ്പർട്ടി. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, പക്ഷേ അത് സമൂഹത്തിൻ്റെ നിയമമനുസരിച്ച് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ മിനിമം അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിച്ചു കൊണ്ടതിന് ശേഷം മാത്രമേ ഒരാൾക്ക് ഒരു പരിധിയിലപ്പുറം സ്വത്ത് ഉണ്ടാവേണ്ടതുള്ളൂ. അതൊരു സത്യമാണ്. അതിങ്ങോട്ട് മനുഷ്യൻ മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയ മാർക്സിസം. അതിന് ഒരിക്കലും മരണമില്ല. ഏതുപോലെ എന്ന് വെച്ചാൽ പരിഷ്കരണം ഉണ്ട് താൻ. ഏതുപോലെ എന്ന് വെച്ചാൽ ചക്രം. ഈ ചക്രം പരിഷ്കരിച്ചിട്ടാണ് നമ്മൾ സൈക്കിൾ ഉണ്ടാക്കിയത്. സൈക്കിൾ പരിഷ്കരിച്ചിട്ടാണ് മോട്ടോർ സൈക്കിള്, കാറ്, ബസ്, തീവണ്ടി, ഇങ്ങനെ പലതും ഉണ്ടാക്കിയത്. ആ ചക്രത്തിലേക്ക് വന്ന ഒരു ഉരുളോ ഒരു തടിയോ മറ്റു നമ്മളതിനെ നിഷേധിക്കേണ്ട കാലഹരണപ്പെട്ടൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കുള്ള ഒരു പടവായിട്ട്, നമ്മളെ ചരിത്രത്തിലെ വികാസത്തിൻ്റെ ഒരു പടവായിട്ട് മാർക്സിസത്തെ കാണുകയും ഈ ആധുനിക ലോകത്ത്, പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിലുണ്ടായ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ അഭൂതപൂർവമായ വികാസത്തിനും വിപ്ലവത്തിനും അനുസരിച്ച് അതിലും ചെറിയ ചെറിയ മാറ്റങ്ങളും പുരോഗതിയും പരിഷ്കരണവും ഒക്കെ ഉണ്ടാവണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് രണ്ട് കഴിവുള്ള മനുഷ്യർ തമ്മിൽ അഴിപ്പിഴി കൂടാൻ പറ്റാത്ത അവസ്ഥ ഒന്നും പണ്ടങ്ങനെയല്ല. പണ്ട് മനുഷ്യ ചരിത്രങ്ങളെടുത്ത് നോക്കിക്കോളൂ. ഒരാൾ എത്ര മറ്റൊരാൾക്ക് കഴിവുണ്ടെങ്കിലും ഇയാൾ പിന്നെ അങ്ങോട്ട് മേലെ പോയി അയാൾ പല കാരണങ്ങളെ കൊണ്ട് വിജയിച്ചു പോകുന്നതൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ല. അങ്ങനെ ജയിക്കാനൊന്നും കഴിയില്ല. രണ്ടുപേർക്കും ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഇല്ലാതാക്കണമെങ്കിൽ ആവാമെന്ന് മാത്രം. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ പുതിയ സമവാക്യങ്ങൾ ഈ സമൂഹത്തിന്, മനുഷ്യ സമൂഹത്തിന് നിലനിൽക്കാൻ, മനുഷ്യ സമൂഹത്തിന് ഇവിടെ സുഖമായിട്ട് നിലനിൽക്കാൻ ഒരു പ്രയാസമില്ല. ആ പ്രയാസമില്ല. കാരണം ഇവിടെ അത്രത്തോളം സൂര്യഭഗവാൻ നമുക്ക് വേണ്ടത് തരുന്നുണ്ട്. നമുക്കൊക്കെ വേണ്ടത് ജീവിക്കാൻ വേണ്ട കുറേ എനർജിയാണ്. ആ എനർജി തരുന്നുണ്ട്. അത് നമ്മൾ കുറേ കാലമായിട്ട് നമ്മളെ വിഡ്ഢിത്തം കൊണ്ട് ഇതൊക്കെ ഇല്ലാതാക്കിയിരിക്കുന്നു, അത് നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കണം. പക്ഷേ നമ്മൾക്ക് കുറച്ച് ബുദ്ധി ഉപയോഗിച്ചിട്ട്, പ്രകൃതി തന്ന ഈ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് മാനേജ് ചെയ്യുകയാണെങ്കിൽ, ശാസ്ത്രീയമായി മാനേജ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഉള്ള എല്ലാ മനുഷ്യർക്കും, എല്ലാ ജീവികൾക്കും സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ ജീവൻ്റെ ഒരു പർദീസയാണ്. അറിയപ്പെട്ടിടത്തോളം ജീവൻ എന്ന അത്ഭുത പ്രതിഭാസം നിലനിൽക്കുന്ന ഒരു